തമ്മിൽ പിണങ്ങി പോകല്ലേ എന്ന സതീശന്റെ വാക്കുകൾക്ക് ഉത്തരമായി ചെന്നിത്തലയുടെ ചിരി. കാറും കോളും മാഞ്ഞ് സതീശനും ചെന്നിത്തലയും ഒരേ സോഫ സെറ്റിലിരിക്കുമ്പോൾ കാര്യം എന്തായാലും ഉറപ്പായി. അവരൊന്നിച്ച ഈ നാടിനെ കെട്ടിപ്പടുക്കും. കയ്യൊക്കും ആൾബലവും ചെന്നിത്തലയെ കൈപ്പിടിയിലാക്കുമ്പോൾ ധനകാര്യം സതീശന്റെ കയ്യിൽ ഭദ്രമാണ്. തുടർച്ചയായിട്ട് രണ്ടാം ദിവസവും ചെന്നിത്തലയെ കാണാൻ സതീശനെത്തിയപ്പോൾ ഇന്നലത്തെ പോലെയല്ല ഇന്ന്. ചെന്നിത്തലയുടെ മുഖഭാവം ആകെ മാറി. ഒരാളുടെ മനസ്സ് അയാളുടെ മുഖം നോക്കിയാൽ അറിയാമെന്ന് പറയുന്നത് പോലെ ചെന്നിത്തലയുടെ ഇന്നത്തെ നിറപുഞ്ചിരിയിലുണ്ട് എല്ലാ കാര്യവും. വി.ഡി. സതീശൻ നടത്തിയ നീക്കം ഫലം കണ്ടു എന്നാണ് സൂചന. ആഭ്യന്തര മന്ത്രിസ്ഥാനം ഉറപ്പ് നൽകിയതോടെ ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. ഒപ്പമുള്ള 4 പേരെയും പരിഗണിക്കും എന്നുള്ള നിർദ്ദേശവും സതീശനുമായുള്ള കൂടിക്കാഴ്ചയിൽ ചെന്നിത്തല മുന്നോട്ട് വെച്ചു എന്നാണ് സൂചന. IC ബാലകൃഷ്ണൻ, ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, TJ വിനോദ് എന്നിവരുടെ പട്ടിക കൈമാറിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അമർഷം കടുപ്പിച്ച രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നിർണായക നീക്കമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡും നടത്തിയത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വീട്ടിൽ എത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ചെന്നിത്തലയെ കഴിഞ്ഞ ദിവസവും വി.ഡി. സതീശൻ വീട്ടിലെത്തി കണ്ടിരുന്നു. മന്ത്രിസഭയിൽ അംഗമാകണമെന്ന് സതീശൻ ചെന്നിത്തലയോട് അഭ്യർത്ഥിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്ന് ചെന്നിത്തല നിലപാടെടുക്കുകയും ചെയ്തു. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പാണ് ചെന്നിത്തല കൈകാര്യം ചെയ്തിരുന്നത്. എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം എന്ന് ചോദിച്ചാൽ അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ ഓപ്പറേഷൻ കുബേര ഉൾപ്പെടെയുള്ള സുപ്രധാന നീക്കങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാനാകും. കൂടാതെ ഓപ്പറേഷൻ സുരക്ഷ, ഗുണ്ടകൾക്കെതിരെയും സാമൂഹ്യ വിരുദ്ധർക്കെതിരെയും സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കിയ അതിശക്തമായ ഒരു പോലീസ് നടപടിയായിരുന്നു അത്. കാപ്പ നിയമം കൃത്യമായിട്ട് ചുമത്തി നിരവധി കുറ്റവാളികളെ കരുതൽ തടങ്കലാക്കാനും ഗുണ്ടാ വിളയാട്ടം ഒരു പരിധിവരെ അടിച്ചമർത്തുവാനും ഇതിലൂടെ സാധിച്ചു. കൂടുതൽ ജില്ലകളിൽ വനിതാ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചതും പിങ്ക് പോലീസ് കൊണ്ടുവന്നതുൾപ്പെടെ വിപ്ലവകരമായ പല മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളാണ് ഈ രമേശ് ചെന്നിത്തല. ചുരുക്കത്തിൽ കേരള പോലീസിന്റെ ആധുനികവൽക്കരണത്തിനും ഗുണ്ട ലഹരി മാഫിയകൾക്കെതിരെയുള്ള ശക്തമായ നടപടിക്കും മുൻഗണന നൽകിയ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു രമേശ് ചെന്നിത്തലയുടേത്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ആഭ്യന്തരത്തിലെത്തുന്നത് നമ്മളുടെ ഈ പോലീസ് സേനയെ സുസജ്ജമാക്കും. സതീശൻ മന്ത്രിസഭയിൽ ആഭ്യന്തരം ഭദ്രമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇരുവരുടെയും കൂടിക്കാഴ്ച ദൃശ്യങ്ങൾ ചേർക്കുന്നു, കാണാം.